വെൽക്കം ബാക്ക് ടു ദ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 7ാം ക്ലാസ്സിലെ ദ ആഷസ് ദാറ്റ് മെയ്ഡ് ട്രീസ് ബ്ലൂം എന്ന ലെസനാണ്. ഇതൊരു കഥയാണ്. About an honest and hard-working old couple and their pet dog. This is a story about an honest and hard-working old couple. വിശ്വസ്തരും അതുപോലെ തന്നെ കഠിനാധ്വാനികളുമായിരിക്കുന്ന വൃദ്ധ ദമ്പതികളുടെയും ആൻഡ് their pet dog, അവരുടെ പെറ്റ് ഡോഗിൻ്റെയും കൂടിക്കഥയാണ്. The neighbors are troublesome. അയൽക്കാരൊക്കെ വലിയ പ്രശ്നക്കാരാണ്. ആൻഡ് ദ ഡോഗ് ഡൈസ് എ സാഡ് ഡെത്ത്. ആ നായയാണെങ്കിലോ ദുഃഖകരമായ രീതിയിൽ മരണപ്പെട്ടു. സാഡ് ഡെത്താണ് ഉണ്ടായത്. ദ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് ഗീവ്സ് സൊലൈസ് ആൻഡ് സപ്പോർട്ട് ഹിസ് മാസ്റ്റർ. നായയുടെ ആത്മാവ് ഗീവ്സ് സൊലൈസ് ആൻഡ് സപ്പോർട്ട് ടു ദ മാസ്റ്റർ, ടു ഹിസ് മാസ്റ്റർ. അതിൻ്റെ യജമാനന് സമാധാനവും സപ്പോർട്ടും കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്, അപ്രതീക്ഷിതമായ രീതിയിൽ, അല്ല അവിചാരിതമായ രീതിയിൽ. നമുക്ക് ലെസണിലേക്ക് പോകാം. ദ ആഷസ് ദാറ്റ് മെയ്ഡ് ട്രീസ് ബ്ലൂം. ഇൻ ദ ഗുഡ് ഓൾഡ് ഡേയ്സ് ഓഫ് ദ ഡെയ്മോസ്. ഡെയ്മോസിൻ്റെ ആ പഴയ നല്ല കാലങ്ങളിൽ, ഡെയ്മോസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭൂമി കൈവശം വെക്കുന്ന ആളാണ് ഡെയ്മോസ്. നാം ഇവരെ ജന്മികളെന്ന ഇവിടെ പറയുക. ആ കാലഘട്ടത്തിൽ ദർ ലിവ്ഡ് ആൻ ഓൾഡ് കപ്പിൾ ഹൂസ് ഒൺലി പെറ്റ് വാസ് എ ലിറ്റിൽ ഡോഗ്. അവിടെ ഒരു വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന ആ സമയത്ത് ഹൂസ് ഒൺലി പെറ്റ് വാസ് എ ലിറ്റിൽ ഡോഗ്. ചെറിയ നായയായിരുന്നു അവരുടെ ഓമന മൃഗം. ഹാവിങ് നോ ചിൽഡ്രൻ, കുട്ടികളൊന്നുമില്ലായിരുന്നു ഇരുന്നുകൊണ്ട്. ദ ലൗഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വേർ എ ബേബി. അവരതിനെ ഒരു കുട്ടിയോടെന്ന പോലെ സ്നേഹിച്ചിരുന്നു. ഓൾഡ് ഡേ മെയ്ഡ് ഇറ്റ് എ കുഷൻ ഓഫ് ബ്ലൂ ക്രൈപ്പ്. ഇയാൾ എന്ത് ചെയ്തിരുന്നു? അതിന് നീലപ്പട്ട് വസ്ത്രം കൊണ്ട് ഒരു കുഷനൊക്കെ ഉണ്ടാക്കി. ആൻഡ് സാറ്റ് അറ്റ് മീൽ ടൈം മ്യൂക്കോ. ആ സമയത്ത് മീൽ ടൈം സമയത്ത് അവൻ വന്നിരിക്കും. ഈ ക്രൈപ്പയിലിരിക്കും, ഈ കുഷനിലിരിക്കും. മ്യൂക്കോ എന്നതിൻ്റെ പേര്. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്സ് നെയിം. അതായിരുന്നു അവൻ്റെ പേര്. വുഡ് സിറ്റ് ഓൺ ഇറ്റ് ആസ് നഗാസ്. എനിക്കാറ്റ്, ഒരു സാധാരണ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ സ്നേഹത്തോടെ അത്രത്തോളം കംഫർട്ടബിളായിട്ട് അവിടെ വന്ന് അവ ഇരിക്കും. ദ കൈൻഡ് പീപ്പിൾ ഫെഡ് ദ പെറ്റ് വിത്ത് ദ ടിഡ്ബിറ്റ്സ് ഓഫ് ഫിഷ് ഫ്രം ദെയർ ഓൺ ചോപ്സ്റ്റിക്സ്. ദ കൈൻഡ് പീപ്പിൾ, ദയവുള്ള മനുഷ്യർ. ഫെഡ് ദ പെറ്റ് വിത്ത് ദ ടിഡ്ബിറ്റ്സ് ഓഫ് ഫിഷ്. അവർ മീനിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കും. നല്ല രുചിയുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ. ടിഡ്ബിറ്റ്സ് ഓഫ് ഫിഷ്, രുചിയുള്ള മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊടുക്കും. ഫ്രം ദെയർ ഓൺ ചോപ്സ്റ്റിക്സ്, അവരുടെ തന്നെ ചോപ്സ്റ്റിക്സിൽ നിന്ന്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മീനിൻ്റെ പീസസ് നല്ല രുചിയുള്ളതിന് ഇട്ട് കൊടുക്കും. ആൻഡ് ഓൾ ദ ബോയിൽഡ് റൈസ് ഇറ്റ് വാണ്ടഡ്. അത് മാത്രമാണ് കൊടുക്കാറില്ല. അത് മാത്രമല്ല കൊടുക്കുന്നത്, അവർ ആവശ്യത്തിന് ചോറും കൊടുക്കും. ദസ് ട്രീറ്റഡ്, അങ്ങനെ അവർ പെരുമാറുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ദ ഡംബ് ഓഫ് ക്രീച്ചർ, ആ മിണ്ടാപ്രാണി. ലൗഡ് ഇറ്റ്സ് പ്രൊട്ടക്റ്റേഴ്സ്, അവർ സ്നേഹിച്ചു ഈ പ്രൊട്ടക്റ്റേഴ്സിനെ, ഈ സംരക്ഷിക്കുന്നവരെ. ലൈക്ക് ബീയിങ് വിത്ത് എ സോൾ, ഒരാത്മാവുള്ള ആളെപ്പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടിയെപ്പോലെയൊക്കെ ഈ പറയുന്ന യജമാനെ നായി സ്നേഹിച്ചു. ദ ഓൾഡ് മാൻ ബീയിങ് എ റൈസ് ഫാർമർ, ഈ പ്രായമുള്ള വ്യക്തി ഒരു നെൽകർഷകനാണ്, അല്ലെ നെൽകൃഷിക്കാരനാണ്. വെൻ്റ് ഡെയിലി വിത്ത് ഹോ ആൻഡ് സ്പെയ്ഡ് ഇൻ ടു ദ ഫീൽഡ്സ്, അയാൾ നിത്യേന തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് പാടത്തേക്ക് പോകും. വർക്കിംഗ് ഹാർഡ് ഫ്രം മോർണിംഗ് അണ്ടിൽ ഓ ടെൻഡോസാമ ആസ് എ സൺ ഈസ് കോൾഡ് ഹാഡ് ഗോൺ ബിഹൈൻഡ് ദ ഹിൽസ്. എപ്പം വരെ ജോലി ചെയ്യും? വർക്കിംഗ് ഹാർഡ് ഫ്രം മോർണിംഗ്, രാവിലെ മുതൽ, അണ്ടിൽ ഓ ടെൻഡോസാമ ഹാഡ് ഗോൺ ഡൗൺ ദ ഹിൽസ്. ഓ ടെൻഡോസാമ കുന്നുകൾക്കപ്പുറം മറയുന്നിടം വരെ, അസ്തമിക്കുന്നിടം വരെ. ഓ ടെൻഡോസാമ എന്താണ്? ആസ് എ സൺ ഈസ് കോൾഡ്, സൂര്യനെ അവർ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ഇയാളിവിടെ ജോലി ചെയ്യും.
എവറി ഡേ ദ ഡോഗ് ഫോളോഡ് ഹിം ടു വർക്ക്. എല്ലാ ദിവസവും ഈ ഡോഗ് എന്ത് ചെയ്യും? ഇറ്റ് ഫോളോഡ് ഹിം ടു വർക്ക്. ജോലി ചെയ്യുന്നിടത്ത് ഇവരും കൂടെ പോവും. നെവർ വൺസ് ഹാമിങ് ദ വൈറ്റ് ഹെറൂൺ ദറ്റ് വാക്ക്ഡ് ഇൻ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ദി ഓൾഡ് മാൻ. പ്രായം ചെന്ന ആ മനുഷ്യൻ്റെ കാൽച്ചുവട്ടിൽ നടക്കുന്ന വെള്ളക്കൂക്കുകളെ ഒരിക്കൽ പോലും അയാൾ ഉപദ്രവിച്ചില്ല. എന്തിനാണ് അവ കാൽച്ചുവട്ടിൽ നടക്കുന്നത്? ടു പിക്ക് അപ്പ് ദ വർംസ്, വിരകളെയും പുഴുക്കളെയും തിന്നുവാൻ. ഫോർ ദ ഓൾഡ് ഫെലോ വാസ് പേഷ്യൻറ്റ് ആൻഡ് കൈൻഡ് ടു എവറിഥിങ് ദാറ്റ് ഹാഡ് ലൈഫ്. കാരണം ആ വൃദ്ധൻ വളരെ ക്ഷമയുള്ളവനും ദയുള്ളവനുമായിരുന്നു. ദാറ്റ് ഓൾഡ് ഫെലോ വാസ് പേഷ്യൻറ്റ്, അയാൾ വളരെ ക്ഷമയുള്ളവനായിരുന്നു. ആൻഡ് കൈൻഡ്, ദയുള്ളവനായിരുന്നു. ടു എവറിഥിങ് ദാറ്റ് ഹാഡ് ലൈഫ്, എല്ലാ ജീവികളോടും അയാൾക്ക് വളരെയധികം ദയുണ്ടായിരുന്നു. ആൻഡ് ഓഫൺ ടേൺഡ് അപ്പ് എ സോഡ്, അതുകൊണ്ട് എന്ത് പറ്റും? ഇടയ്ക്കിടയ്ക്ക് അയാൾ പുൽക്കട്ട ഇങ്ങനെ പുല്ലും മണ്ണൂടെയുള്ള കട്ട വെട്ടി ഇങ്ങനെ മറിക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ടു ഗീവ് ഫുഡ് ടു ദി ബേർഡ്സ്, പക്ഷികൾക്ക് തീറ്റ ലഭിക്കാൻ വേണ്ടിയിട്ട്. വൺ ഡേ, ഒരു ദിവസം, ദ ഡോഗ് കെയിം റണ്ണിങ് ടു ഹിം, ആ പട്ടിയോട് ഇയാളുടെ അടുക്കലേക്ക് ചെന്നു. പുട്ടിങ് ഹിസ് പോസ് അഗൈൻസ്റ്റ് ഹിസ് ലെഗ്സ്, അദ്ദേഹത്തിൻ്റെ കാലുകളോട് അതിൻ്റെ കൈ ചേർത്തു. മോഷനിങ് വിത്ത് ഹിസ് ഹെഡ് ടു സം സ്പോട്ട് ബിഹൈൻഡ്, എന്തിൽ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നതായി കാണിച്ചു. മോഷനിങ് വിത്ത് ഹിസ് ഹെഡ് ടു സം സ്പോട്ട് ബിഹൈൻഡ്, പുറകിലേക്ക് നോക്കി. ഓടിച്ചെന്ന് ഇയാളുടെ കാൽക്കൽ അതിൻ്റെ മുൻകാലുകൾ വെച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അതിൻ്റെ അർത്ഥം പുറകിൽ എന്തോ സംഭവം ഉണ്ടെന്നാണ്. ദ ഓൾഡ് മാൻ അറ്റ് ഫസ്റ്റ് തോട്ട് ഹിസ് പെറ്റ് വാസ് ഒൺലി പ്ലേയിങ് ആൻഡ് ഡിഡ് നോട്ട് മൈൻഡ് ഇറ്റ്. ആദ്യമൊക്കെ ഈ മനുഷ്യൻ വിചാരിച്ചത് ഇറ്റ് വാസ് ഒൺലി പ്ലേയിങ്, അത് കളിക്കുകയാണെന്നാണ്. ആൻഡ് ഡിഡ് നോട്ട് മൈൻഡ് ഇറ്റ്, അതുകൊണ്ടത് മൈൻഡ് ചെയ്തില്ല. ബട്ട് ദ ഡോഗ് കെപ്റ്റ് ഓൺ വൈനിങ് ആൻഡ് റണ്ണിങ്, പക്ഷേ പട്ടി ഇങ്ങനെ തുടർച്ചയായിട്ട് മോങ്ങിക്കൊണ്ടിരുന്നു. ആൻഡ് റണ്ണിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തു. ടു ആൻഡ് ഫ്രോ ഫോർ സം മിനിറ്റ്സ്, കുറച്ച് നേരത്തേക്ക് അത് മുന്നോട്ടും പിന്നോട്ടും ഓടി. വെറുതെ ഓടുകയല്ല, അത് മോങ്ങിക്കാറിക്കൊണ്ട് ഓടിയത്. വൈനിങ് മീൻസ് പട്ടിയുടെ മോങ്ങൽ, ഒച്ച ഉണ്ടായിക്കൊണ്ട് ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പുറകോട്ടും മുന്നോട്ട് ഓടുക. അങ്ങനെ ഓടി. ദെൻ ദ ഓൾഡ് മാൻ ഫോളോഡ് ദ ഡോഗ് ഫ്യൂ യാർഡ്സ് ടു എ പ്ലേസ് വേർ ദ ആനിമൽ ബിഗാൻ ലൈവ്ലി സ്ക്രാച്ചിങ്. ദെൻ ദ ഓൾഡ് മാൻ ഫോളോഡ് ദ ഡോഗ്, അപ്പോൾ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ ആ പട്ടിയുടെ പുറകെ പോയി. ഫോളോഡ് ദ ഡോഗ് എ ഫ്യൂ യാർഡ്സ് ടു എ പ്ലേസ് വേർ ദ ആനിമൽ ബിഗാൻ ലൈവ്ലി സ്ക്രാച്ചിങ്. പുറകെ ചെന്നപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ അത് നിലത്തോട്ട് മാന്താൻ തുടങ്ങി. തിങ്കിങ് ഇറ്റ് വാസ് പോസിബിളി എ ബറീഡ് ബോൺ ഓർ ബിറ്റ് ഓഫ് ഫിഷ്, ഇയാൾ വിചാരിച്ചു ഏതെങ്കിലും മീനോ വല്ലതും കുഴിച്ചിട്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല ബോണോ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. ദ ഓൾഡ് മാൻ സ്റ്റക്ക് ഹിസ് ഷോ ഇൻ ദ എയർ, ഭൂമിയിലേക്ക് അയാൾ എന്ത് ചെയ്തു? തൂമ്പ കൊണ്ട് കിളച്ചു. വെൻ ലോ എ പൈൽ ഓഫ് ഗോൾഡ് ഗ്ലീംഡ് ബിഫോർ ഹിം, തൊട്ട് മുന്നേ ഒരു കൂന സ്വർണം ഉണ്ടായി. മണ്ണ് കുഴിച്ചപ്പോഴേ കുറേ സ്വർണം. എ പൈൽ ഓഫ് ഗോൾഡ് ഗ്ലീംഡ് ബിഫോർ ഹിം, തൊട്ട് മുന്നേ ഒരു കൂന സ്വർണം കണ്ടു. ദസ് ഇൻ ആൻ അവർ ദ ഓൾഡ് കപ്പിൾ വെർ മെയ്ഡ് റിച്ച്, ഒരു മണിക്കൂർ കൊണ്ട് ഇവരങ്ങ് ധനവാന്മാരെ. ദ ഗുഡ് ഓൾഡ് സോൾസ് ബോട്ട് എ പീസ് ഓഫ് ലാൻഡ്, ആ നല്ല മനുഷ്യർ കുറച്ച് ഭൂമി വാങ്ങിച്ചു. മെയ്ഡ് എ ഫീസ്റ്റ് ഫോർ ദർ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾക്ക് വിരുന്നൊരുക്കി. ആൻഡ് ഗേവ് പ്ലെൻറ്റിഫുള്ളി ടു ദെയർ പൂവർ നെയ്ബേഴ്സ്, അയൽക്കാരിലായിരിക്കുന്ന പാവങ്ങൾക്കൊക്കെ ഒത്തിരി സഹായവും ചെയ്തു. ആസ് ഫോർ ദ ഡോഗ്, പട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദ പെറ്റഡ് ഹിം ടിൽ ദ നിയർലി സ്മോതർഡ് ഹിം വിത്ത് കൈൻഡ്നസ്. ദ പെറ്റഡ് ഹിം, അവരതിനെ ലാളിച്ചു. നിയർലി സ്മോതർഡ് ഹിം വിത്ത് കൈൻഡ്നസ്, ദയവ് കൊണ്ടും ഒക്കെ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുട്ടിച്ചു. സ്മോതർഡ് മീൻസ് ശ്വാസം മുട്ടിക്കുക, വീർപ്പുട്ടിക്കുക എന്നൊക്കെയാണ്. സ്നേഹം കൊണ്ട് അവരതിനെ വീർപ്പുട്ടിച്ചു. Now in the same village there lived a wicked old man and his wife. In the same village, അതായത് ഗ്രാമത്തിൽ there lived a wicked old man, ഒരു വിക്കഡ് ആയിരിക്കുന്ന ഒരു ഓൾഡ് മാനും അയാളുടെ വൈഫുണ്ട്, പ്രായം ചെന്ന മനുഷ്യരും അയാളുടെ ഭാര്യയും. നോട്ട് എ ബിറ്റ് സെൻസിറ്റീവ് ആൻഡ് കൈൻഡ്, അയാൾക്കാണ് അല്പം പോലും ഒരു ബോധമുള്ള ആളല്ല. അൺകൈൻഡ്, അയാൾക്ക് ദയവില്ല. ഹു ഹാഡ് ഓൾവേസ് കിക്ഡ് ആൻഡ് സ്കോൾഡഡ് ഓൾ ഡോഗ്സ് വെനെവർ ദേ പാസ് ദെയർ ഹൗസ്. ഏതെങ്കിലും പട്ടി അവരുടെ വീടിൻ്റെ ഭാഗത്തോട് പോകണം അയാൾ നല്ല തൊഴിൽ കൊടുക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെനെവർ എനി പാസ് ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും പട്ടീനെ? ഹീ ഹാഡ് ഓൾവേസ് കിക്ഡ് ആൻഡ് സ്കോൾഡഡ്, വഴക്കം പറഞ്ഞ് പട്ടിയിലേക്ക് തുഴിച്ചു ഓടിക്കും. ഹിയറിങ് ഓഫ് ദെയർ നെയ്ബേഴ്സ് ഗുഡ് ലക്ക്, അയൽക്കാരൻ്റെ നല്ല ഭാഗ്യത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ദ കോക്സ് ദ ഡോഗ് ഇൻ ടു ദെയർ ഗാർഡൻ, ഈ പട്ടീനെ അവരെന്ത് ചെയ്തു?
സ്നേഹമൊക്കെ കാണിച്ച് കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹം കാണിച്ച് വശത്താക്കി. കോക്സ് മീൻസ് സ്നേഹം കാണിച്ച് വശത്താക്കുക. They coaxed the dog into their garden and set before him bit of fish and other dainties. അതിൻ്റെ മുന്നേ മീനൊക്കെ വെച്ച് കൊടുത്തു. അതുപോലെ എന്ത് ചെയ്തു? രുചികരമായ ഭക്ഷണങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഹോപ്പിംഗ് ഹി വുഡ് ഫൈൻഡ് ട്രഷർ ഫോർ ദം. എന്താ വിചാരിച്ചത്? ഇവൻ ഞങ്ങൾക്ക് നിധി കണ്ടെത്തി തരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചത് അതെല്ലാം കൊടുത്തത്. ബട്ട് ദ ഡോഗ് ബീയിങ് അഫ്രൈഡ് ഓഫ് ദ ക്രൂവൽ പെയർ. പക്ഷേ ഈ ക്രൂവൽ പെയറിനോടുള്ള പേടി കാരണം would neither eat nor move. അത് ആഹാരം കഴിച്ചില്ല, അനങ്ങിയില്ല. Then they dragged him out of doors. അപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നെ വലിച്ചഴിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. ടേക്കിങ് എ സ്പീഡ് ആൻഡ് ഹോ വിത്ത് ദം. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തൂമ്പയും ഒരു ഹോയും ഒക്കെ എടുത്തു. കിളയ്ക്കാനും മറിക്കാനുള്ളൊക്കെ വസ്തുക്കളാണ്. തൂമ്പ എടുത്തു. No sooner had the dog got near the pine tree growing a garden. ഗാർഡനിലുള്ള പൈൻ ട്രീയുടെ ഒക്കെ കൊണ്ടുവന്നപ്പോഴേ then he began to paw and scratch the ground. അത് നിലത്തോട്ട് ഇങ്ങനെ മാന്തി പറിക്കാൻ തുടങ്ങി. As if a mighty treasure lay beneath. അതിൻ്റെ താഴെ എന്തോ വലിയ ട്രഷർ കിടക്കുന്ന പോലെയാണ്, എന്തോ നിധി ഉള്ളതുപോലെ ഇതിങ്ങനെ നിലത്തിങ്ങനെ മാന്തി. വൈഫ് ഹാൻഡ് മീ ദ സ്പീഡ് ആൻഡ് ഹോ. വേഗം എൻ്റെ കയ്യിൽ ആ തൂമ്പായൊക്കെ എടുത്ത് തന്നേ എന്ന് പറഞ്ഞു. ക്രൈഡ് ദ ഗ്രീഡി ഓൾഡ് ഫൂൾ. ആ ആർത്തി പിടിച്ച വിഡ്ഢിയായ മനുഷ്യൻ ഇങ്ങനെ കാറി പറഞ്ഞു, തൂമ്പായിക്കൊണ്ടുവാ. ആസ് ഈ ഡാൻസ്ഡ് വിത്ത് ജോയ്. അയാളങ്ങനെ നൃത്തം ചെയ്തു സന്തോഷം കൊണ്ട്. ദെൻ ദ കവറ്റസ് ഓൾഡ് ഫെലോ. പിന്നെയോ കവറ്റസ് മീൻസ് അത്യാഗ്രഹിയായ. അങ്ങനെ അത്യാഗ്രഹിയായ ആ വല്യപ്പനുണ്ടല്ലോ, വിത്ത് എ സ്പെയ്ഡ് ആൻഡ് ഓൾഡ് ക്രോൺ. ഒരു തൂമ്പയും പിന്നെ ഈ അഗ്ലി ലേഡി ഉണ്ടല്ലോ, അവരുടെ ഭാര്യ. ഷീസ് അഗ്ലി, ഇഷ് ആൻ അഗ്ലി ലേഡി. ഓൾഡ് ക്രോൺ എന്ന് പറയുന്നത് അഗ്ലി, വൃത്തികെട്ട സ്ത്രീ. അവരുമായിട്ട് വിത്ത് എ ഹോ ബിഗാൻ ടു ഡിഗ്. അതും എടുത്ത് നെല്ലം ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി. അയാളും അയാളുടെ ഭാര്യയും കൂടെ നെല്ലം കുടിക്കാൻ തുടങ്ങി. ബട്ട് ദർ വാസ് നത്തിങ് ബട്ട് എ ഡെഡ് കിറ്റൺ. പക്ഷേ കുഴിച്ച് ചെന്നപ്പോഴുണ്ടാവും ഒരു ചത്ത പൂച്ചേനെ കിട്ടിയത്. ദ സ്മെൽ ഓഫ് വിച്ച് മെയ്ഡ് ദം ഡ്രോപ്പ് ദർ ടൂൾസ്. അതിന് നാട്ടം കാരണം അയാൾ ഉപകരണങ്ങളൊക്കെ താഴെയിട്ടു. സ്പീഡ് ഹോയൊക്കെ താഴെയിട്ടു. ആൻഡ് ഷട്ട് ദർ നോസസ്. മൂക്ക് കുത്തി. ഫ്യൂരിയസ് അറ്റ് ദ ഡോഗ്. ദേഷ്യം വന്ന് പട്ടിയുടെ നേരെ. ആൻഡ് ദ ഓൾഡ് മാൻ കിക്ഡ് ആൻഡ് ബീറ്റ് ഹിം ടു ഡെത്ത്. തൊഴിച്ച് തല്ലി അതിനെ കൊന്നു. ആൻഡ് ദ ഓൾഡ് മാൻ ഫിനിഷ് ദ വർക്ക് ബൈ നിയർലി ചോപ്പിംഗ് ഓഫ് ഇറ്റ്സ് ഹെഡ്. എന്നിട്ടോ അയാളുടെ ജോലി തീർത്ത് ഇതിൻ്റെ പട്ടിയുടെ തല വെട്ടിയിട്ട. ഹേ നിയർലി ചോപ്ഡ് ഹിസ് ഹെഡ്. അവൻ്റെ തല വെട്ടി മാറ്റി. വിത്ത് എ ഷാർപ്പ് ഹോ. മൂർച്ചയുള്ള തൂമ്പ കൊണ്ട് നായുടെ കഴുത്ത് വെട്ടിമാറ്റി. ദേ ദെൻ ഫ്ലങ് ഹിം ഇൻ ടു ദ ഹോൾ ആൻഡ് ഹീപ്ഡ് ദ എർത്ത് ഓവർ ഇറ്റ്സ് കാർക്കാസ്. നിലത്ത് കുഴിച്ചുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതിനായിട്ട് മൂടി. കാർക്കാസ് മീൻസ് മൃഗങ്ങളുടെ ശവത്തിനാണ് കാർക്കാസ് എന്ന് പറയുന്നത്. ദ ഓണർ ഓഫ് ദ ഡോഗ് ഹേർഡ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹിസ് പെറ്റ്സ്. ഡോഗിൻ്റെ ഓണർ ഇതിൻ്റെ മരണത്തെപ്പറ്റി ചത്തുപോയ കാര്യം അറിഞ്ഞു. മോർണിംഗ് ഫോർ ഹിം ആസ് ഇഫ് ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ്. തൻ്റെ തന്നെ സ്വന്തം കുട്ടി മരിച്ചതുപോലെയൊക്കെ തോന്നിയത്. അപ്പോൾ പുള്ളി കരഞ്ഞു. മോർണിംഗ് ഫോർ ഹിം, അവന് വേണ്ടി കരഞ്ഞു. ആസ് ഇഫ് ഹി ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ്. അവൻ തൻ്റെ കുട്ടിയല്ലേ, നായ തൻ്റെ കുട്ടിയാണെന്നുള്ള രീതിയിലാണ് കരഞ്ഞത്. വൻ അറ്റ് ദ നൈറ്റ് അണ്ടർ ദ പൈൻ ട്രീ. രാത്രിയിൽ ആ പൈൻ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു. ഹീ സെറ്റപ്പ് സം ബാംബൂ ട്യൂബ്സ് ഇൻ ദ ഗ്രൗണ്ട്. നിലത്തോട്ട് മുളംകുറ്റികൾ നാട്ടി. സച്ച് ആസ് ആർ യൂസ്ഡ് ബിഫോർ ടൂംസ്. ടൂംസിൻ്റെ മുന്നേ നാട്ടുന്ന പോലെ. ടൂമ്പെന്ന് മീൻസ് ശവക്കല്ലറ. ശവക്കല്ലറകൾക്ക് മുമ്പിൽ മുളംകുറ്റി നാട്ടി പൂ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ വിച്ച് ഹീ പുട്ട് ഫ്രഷ് ഫ്ലവേഴ്സ്. അങ്ങനെ മുളംകുറ്റികൾക്കുള്ളിൽ നല്ല പൂക്കളൊക്കെ വെച്ചു. ഫ്രഷ് ആയിരിക്കുന്ന പൂക്കൾ വെച്ചു. ദെൻ ഹീ ലെയ്ഡ് എ കപ്പ് ഓഫ് വാട്ടർ. പിന്നെയോ ഒരു കപ്പ് വെള്ളം വെച്ചു. ആൻഡ് എ ട്രേ ഓഫ് ഫുഡ്. ഒരു പാത്രത്തിൽ ഒരു ട്രേയിൽ കുറച്ച് ഫുഡ് വെച്ചു. ഓൺ ദ ഗ്രേവ്. ആ ശവകുടീരത്തിലാണ് വെക്കുന്നത്. ആൻഡ് ബേൺഡ് സെവറൽ കോസ്റ്റ്ലി സ്റ്റിക്സ് ഓഫ് ഇൻസെൻസ്. പിന്നെ ഒരുപാട് സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചു. ഒരുപാട് കോസ്റ്റ്ലി സ്റ്റിക്സൊക്കെ കത്തിച്ചു. എന്തിനാ? വാസന കിട്ടാൻ വേണ്ടിയിട്ട്, സുഗന്ധമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇൻസെൻസ് സ്റ്റിക്സ് കത്തിച്ചു. ഹേ മോൺഡ് എ ഗ്രേറ്റ് വൈൽ ഓവർ ഹിസ് പെറ്റ്. ഒരുപാട് നേരം അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു. കോളി ഹിം മെനി ഡിയർ നൈംസ്. അപ്പം അതിൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട അതിനെ വിളിക്കുന്ന പേരുകളൊക്കെ വിളിച്ചാണ് കരഞ്ഞത്. ആസ് ഇഫ് ഹി വെയർ അലൈവ്. കാരണം നമുക്ക് തോന്നും ആ ഡോഗ് ചത്തിട്ടില്ല. അതുപോലെ എന്നെ പേര് വിളിച്ചൊക്കെ കരഞ്ഞു.
That night, the spirit of the dog appeared to him in dream. ഇന്ന് രാത്രിയിൽ സ്വപ്നത്തിൽ ഇയാളുടെ അടുക്കൽ ഇതിൻ്റെ ആത്മാവ് വന്നു. ആൻസർ എന്നിട്ട് പറഞ്ഞു, കട്ട് ഡൗൺ ദ പൈൻ ട്രീ, ആ പൈൻമരം വെട്ടുക. ഏത് പൈൻമര? ഓവർ മൈ ഗ്രേവ്, എൻ്റെ ശൗര്യത്തിൻ്റെ മുകളിലുള്ള അടുത്തുള്ള അത് വെട്ടുക. ഓവർ മൈ ഗ്രേവ്, എൻ്റെ ഗ്രേവിൻ്റെ മുകളിലേക്ക് കിടക്കുന്ന ആ പൈൻമരം വെട്ടുക. ആൻഡ് മേക്ക് ഫ്രം ഇറ്റ് എ മോട്ടർ, അതിൽ നിന്ന് ഒരു ഉരുളുണ്ടാക്കുക. ഫോർ യുവർ റൈസ് പേസ്റ്റ്, എന്തിനാ? റൈസിൻ്റെ അരിയുടെ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ്, മാവ് ഉണ്ടാക്കാനായിട്ട്. ആൻഡ് എ മിൽ ഫോർ യുവർ ബീൻ സോസിന് വേണ്ടി ഒരു മില്ലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സോ ദ ഓൾഡ് മാൻ ചോപ്പ് ഡൗൺ ദ ട്രീ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ ആ മരം വെട്ടി വീഴ്ത്തി. ആൻഡ് കട്ട് ഔട്ട് ഓഫ് ദ മിഡിൽ ഓഫ് ദ ട്രങ്ക് എ സെക്ഷൻ, തടിയുടെ കുറച്ച് ഭാഗം നടുക്കുന്ന് മുറിച്ച് മാറ്റി. അബൌട്ട് 2 feet ലോങ്, 2 അടി നീളത്തിൽ. വിത്ത് ഗ്രേറ്റ് ലേബർ, വളരെ പണിപ്പെട്ട്, വളരെ പാടുപെട്ടിട്ട്, പാർട്ട്ലി ബൈ ഫയർ ആൻഡ് പാർട്ട്ലി ബൈ ചിസൽ, ഉളിയും തീയും ഒക്കെ ഉപയോഗിച്ച്, ഹി സ്ക്രൈബ്ഡ് ഔട്ട് എ ഹോളോ പ്ലേസ് ആസ് ബിഗ് ആസ് എ സ്മോൾ ബൗൾ, ഒരു ബൗൾ പോലെ ആ തടിയുടെ ഒരറ്റത്തെ അയാൾ ഉണ്ടാക്കി. അതുകൊണ്ട് മീൻസ് ഒരു ഉരുളുണ്ടാക്കി. ഹീ ദെൻ മെയ്ഡ് എ ലോങ് ഹാൻഡിൽഡ് ഹാമർ ഓഫ് വുഡ്, പിന്നീടോ വലിയ നീളമുള്ള ലോങ് ഹാൻഡിൽഡ് ഹാമർ ഉണ്ടാക്കി, ഒരു ഉലക്ക ഉണ്ടാക്കി. ഓഫ് വുഡ്, തടി കൊണ്ടൊരു ഉലക്ക ഉണ്ടാക്കി. അതാണ് അർത്ഥമാക്കുന്നത്. സച്ച് ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പൗണ്ടിങ് റൈസ്, അരി ഇടിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഉലക്ക ഉണ്ടാക്കി. വെൻ ദ ന്യൂ ഇയേഴ്സ് ടൈം ഡ്രൂ നിയർ, പുതുവർഷത്തിൻ്റെ സമയം വന്നപ്പോൾ, ഹി വിഷ് ടു മേക്ക് സം റൈസ് പേസ്റ്റ്, അയാൾക്ക് റൈസ് പേസ്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ഹി വിഷ് ടു മേക്ക് സം റൈസ് പേസ്റ്റ്. വെൻ ദ റൈസ് വാസ് ഓൾ ബോയിൽഡ്, അതിന് വേണ്ടിയിട്ട് അരി ഒന്ന് തിളപ്പിക്കും. എന്നിട്ടോ ഗ്രാനി പുട്ടിട്ടുണ്ട് ദ മോർട്ടർ, വല്യമ്മ, ഗ്രാനി മീൻസ് വല്യമ്മ അതെടുത്ത് ഈ പറയുന്ന ഉരലിലിട്ടു. ദ ഓൾഡ് മാൻ ലിഫ്റ്റഡ് ഹിസ് ഹാമർ, വല്യപ്പൻ എന്ത് ചെയ്തു? ഉലക്ക ഉയർത്തി. ടു പൗണ്ട് ദ മാസ് ഇൻ ഡഫ്, അതിടിച്ച് മാവാക്കാൻ വേണ്ട, അരി ഇടിച്ച് മാവാക്കുകയാണ്. ആൻഡ് ദ ബ്ലോസ് ഫെൽ ഹെവി, നല്ല ശക്തിയായിട്ട് ഇടിച്ചപ്പം. ആൻഡ് ഫാസ്റ്റ് ടിൽ ദ പേസ്ട്രി വാസ് ഓഫ് ഓൾ റെഡി ഫോർ ബേക്കിംഗ്, എല്ലാം ബേക്കിങ്ങിനുണ്ട്, ഇടിച്ച് നല്ല മാവാക്കി എടുത്തു. സഡൻലി ദ ഹോൾ മാസ് ടേൺഡ് ഇൻ ടു എ ഹീപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ്, പെട്ടെന്ന് ആ മാവ് ഒരു കൂന സ്വർണ്ണമായിട്ട് മാറി. വെൻ ദ ഓൾഡ് വുമൺ ടുക്ക് ദ ഹാൻഡ് മിൽ, വല്യമ്മയാണെങ്കിൽ ഹാൻഡ് മിൽ എടുത്തു. എന്തിനാ? പൊടിക്കാൻ വേണ്ട ഹാൻഡ് മില്ലുള്ളത്. ആൻഡ് ഫില്ലിങ് ഇറ്റ് വിത്ത് ദ ബീൻ ബിഗാൻ ടു ഗ്രൈൻഡ്, ഇപ്പോൾ ഗ്രൈൻഡറിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന ബീൻസൊക്കെ ഇട്ടു, പയർ ഇട്ടു. അപ്പോഴെന്ത് ചെയ്തു? പൊടിച്ച് വീണതോ ഗോൾഡാണ്. ദ ഗോൾഡ് ഡ്രോപ്പ് ലൈക്ക് റെയിൻ, മഴ പോലെ ഇങ്ങോട്ട് ബീനിൻ്റെ പൊടി വീഴുന്നതിന് പകരം, പയറിൻ്റെ പൊടി വീഴുന്നതിന് പകരം സ്വർണ്ണം അഞ്ഞോട്ട് വീണത്. മീൻ വൈൽ ദ എൻവിയസ് നെയ്ബർ പീപ്ഡ് ഇൻ അറ്റ് ദ വിൻഡോ, ആ സമയത്ത് മീൻവെയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ദ എൻവിയസ് നെയ്ബർ, അസൂയമൂർത്തിയ നെയ്ബർ ഉണ്ടല്ലോ, അസൂയക്കാരനായ നെയ്ബർ, അയാൾ എന്ത് ചെയ്തു? പീപ്ഡ് ഇൻ അറ്റ് ദ വിൻഡോ, ജനലിൽ കൂടെ നോക്കി. വെൻ ദ ബോയിൽഡ് ബീൻസ് വർ ബീയിങ് ഗ്രൗണ്ട്, ബോയിൽഡ് ബീൻസൊക്കെ പൊടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ നോക്കിയത്. ഗുഡ് ഡി മീ മീൻസ് പുള്ളി അങ്ങ് എക്സ്ക്ലൈം ചെയ്തു. ക്രൈഡ് ദ ഓൾഡ് ഹാഗ്, അയാൾ പെട്ടെന്ന് വിളിച്ചു, എൻ്റെ ദൈവമേ. As she saw each dropping of sauce turning into gold, ഇത് ഗോൾഡായിട്ട് മാറുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ. And in a few minutes the tub under the mill was full of shining mass of gold. ടബ് പാത്രം നിറയെ ഗോൾഡ് ഉണ്ടായി. Until a few minutes the tub under the mill was full of shining mass of gold. അതിൻ്റെ മില്ലിൻ്റെ താഴെ വരുന്ന ടബ് നിറയെ സ്വർണ്ണ കോയിൻ ഉണ്ടായി, ഷൈനിങ് മാസ് ഓഫ് ഗോൾഡായി. സോ ദ ഓൾഡ് കപ്പിൾ വർ റിച്ച് അഗെയിൻ, അവർ വീണ്ടും ധനവാന്മാർ. നെക്സ്റ്റ് ഡേ ദ സ്റ്റിഞ്ചി ആൻഡ് വിക്കറ്റ് നെയ്ബർ കെയും, പിറ്റേ ദിവസം ആ നെയ്ബർ വന്നു. അയാൾ എങ്ങനെയാണ്? സ്റ്റിഞ്ചിയും എന്ന് പറഞ്ഞാൽ ലുബ്ധൻ, ആർക്കും ഒന്നും കൊടുക്കാത്തവനാണ്, അതുപോലെ വിക്കറ്റും കൂടിയാണ്. അയാൾ വന്നു. ദ സ്റ്റിഞ്ചി ആൻഡ് മൈസർലി വിക്കറ്റ് മാൻ കെയും, അയാൾ വന്നു. ആൻഡ് ബൊറോഡ് ദ മോട്ടർ ആൻഡ് മാജിക് മിൽ, ഈ ഉരുളും മില്ലൂടെ കടം വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങൾക്ക് ഒന്നതാ എന്ന് പറഞ്ഞ് കടം വാങ്ങിച്ചു. ദ ഫിൽഡ് വൺ വിത്ത് ബോയിൽഡ് റൈസ്, അതിൽ ഒരെണ്ണത്തിലെ ബോയിൽഡ് റൈസ് ഇട്ടു. ആൻഡ് ദ അതർ വിത്ത് ബീൻസ്, വേറൊന്നിൽ ബീൻസ് ഇട്ടു. ഒന്നിൽ അരയ്ക്കാനും വേറൊന്ന് പൊടിക്കാനും വേണ്ടിയിട്ടാണ്. ദെൻ ദ ഓൾഡ് മാൻ ബിഗാൻ ടു പൗണ്ട്, പ്രായം ചെന്ന മനുഷ്യനെ പൗണ്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ വുമൺ ടു ഗ്രൈൻഡ്, വുമൺ ആണെങ്കിലോ വല്യമ്മ പൗണ്ട് ചെയ്യാൻ തുടങ്ങി.
ബട്ട് അറ്റ് ദ ഫസ്റ്റ് ബ്ലോ ആൻഡ് ടേൺ, ഒറ്റ ആ ഫസ്റ്റ് ബ്ലോയിൽ തന്നെ ദ പാസ്ട്രി ആൻഡ് സോസ് ടേൺഡ് ഇൻ ടു ഫൗൾ മാസ് ഓഫ് വേംസ്. പെട്ടെന്നെല്ലാം വേംസിൻ്റെ ഒരു മാസമായിട്ട് മാറി, പുഴുക്കളുടെ ഫൗൾ മാസമായി. സ്റ്റിൽ മോർ ആംഗ്രി അറ്റ് ദിസ്, അതിനപ്പോൾ കൂടുതൽ ദേഷ്യം വന്നു. ദ ചോപ്പ് ദ മിൽ ഇൻ ടു പീസസ്, മില്ലെടുത്ത് വെട്ടിപ്പൊളിച്ച് ഇല്ലാതാക്കി. ടു യൂസ് ആസ് ഫയർവുഡ്, അതിനിപ്പം അടുപ്പിൽ വിറകിന് വേണ്ടി കൊള്ളിക്കാനായിട്ട്. ടു യൂസ് ആസ് ഫയർവുഡ്, വിറകുണ്ടാക്കി, അത് വിറകാക്കി, വെട്ടി വിറകാക്കിയിട്ടുള്ളത്. ആ മില്ല് അയാൾ നശിപ്പിച്ചു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.